ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ തെങ്ങിനൊരു തടമെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തെങ്ങിന് തടമെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തെങ്ങിന് തടയെടുക്കുന്ന കാര്യം. അപ്പം ഞാൻ ഇന്ന് തെങ്ങിന് തടയെടുക്കുന്നത്, നമ്മൾ നേരത്തെ കരിയേല ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസത്തോളം ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് കരിയേല ഇതുണ്ടാക്കുന്നത്, ഗ്രോ ബാഗ് നിറക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം അതിനകത്ത് പൊടിയായിട്ട് വന്ന കരിയേലയുടെ വേസ്റ്റ്, അതായത് നമ്മൾ ഇങ്ങനെ അടിച്ചു കൂട്ടുമ്പോൾ ഉള്ള കല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണ് അതിനകത്ത്. നല്ല രീതിക്ക് കരിയില പൊടിഞ്ഞതുകൊണ്ട് കേട്ടോ, അത് ഞാൻ ചുമ്മാ കൊണ്ടുവന്ന് ഈ തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മഴയൊക്കെ വരുമ്പോൾ ഒലിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു അതിനൊരു തടം എടുത്തിട്ട് അതിനുള്ളിലോട്ട് നമുക്കിടാം. പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ വരാറായല്ലോ, ഇനി അടിച്ച് തൂത്ത് വാരുന്നതൊക്കെ ആ തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് സേഫായിട്ട് തന്നെ ഇട്ട് വെക്കാമല്ലോ എന്നോർത്ത് ഞാൻ ഈ ഓട് വെച്ച് ഒരു തടം എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ പെര പൊളിച്ചതിൻ്റെ ഓട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ ഓട് എടുത്തുകൊണ്ട് വരിക. ഇത് നമ്മുടെ അന്നത്തെ അടുപ്പാണ്, നേരത്തെ ആ അടുപ്പ് വന്ന് ശരിക്കും പറഞ്ഞാൽ തീ കുറച്ച് മതി, വിറക് കുറച്ച് മതി കേട്ടോ നമുക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞുള്ള പണികൾ മാത്രമേ ഞാൻ ഗ്യാസിൽ ചെയ്യാറുള്ളൂ. രാവിലെയുള്ള ഒട്ടുമിക്ക എല്ലാ പണികളും ആ അടുപ്പിലാട്ടോ ചെയ്യണം. നല്ല ഉപയോഗമുണ്ട് എനിക്ക്. പിന്നെ പുറത്ത് വെക്കാൻ സൗകര്യമുള്ളവർക്ക് അത് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തെങ്ങിന് ഇങ്ങനെ ഞാൻ തടയെടുക്കുകയാണ്. സാധാരണ ഹസ്ബൻഡ് എനിക്ക് നല്ല രീതിക്ക് ചെയ്തു തരാറുണ്ട്, പുള്ളിയും ചെയ്തു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കഴിഞ്ഞ മെയ്യിലാണ് നമ്മുടെ വീഡിയോ ഫസ്റ്റ് തുടങ്ങിയത്. ആ മെയ്യിൽ തന്നെ ഏപ്രിൽ മെയ് സമയത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് വന്ന് ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടലോ അങ്ങനെയല്ല, അസ്ഥി 2 കഷ്ണമായിട്ട് തന്നെ അത് ഒടിഞ്ഞിട്ട് നമ്മൾ സ്റ്റീലിട്ട് വെച്ചേക്കുകയാണ്. സ്റ്റീലാണ് കാലിലിട്ടേക്കുന്നത്. അപ്പം ഒത്തിരി നല്ല രീതിക്കൊന്നും ഇരുന്നും നല്ല ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്ക് നല്ല രീതിക്ക് സഹായിച്ചു തരും. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ശരിക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ വെജിറ്റബിൾ ഗാർഡൻ നല്ല രീതിക്ക് തന്നെ പോയേനെ കേട്ടോ. അദ്ദേഹം ഇല്ലാത്തതിൻ്റെ വലിയൊരു കുറവിന്, ഇല്ലാത്തതിൻ്റെ അല്ല, ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നൊപ്പം എൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നല്ല രീതിക്ക് മേളൊക്കെ ആയി വന്നേനെ. മേളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും പറ്റുന്ന പോലെ എനിക്ക് ചെയ്തു തരും കേട്ടോ. പറ്റുന്ന പോലെ നല്ല രീതിക്ക് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി, 2 പേരാണെന്ന് പറഞ്ഞാൽ 4 പേരും ഉണ്ട്, എല്ലാവരും ഉണ്ട് അടുത്ത്. മോളിപ്പോൾ ഇതൊക്കെ ചെയ്തത് എന്നതാ ചെയ്യണേന്ന് കണ്ട് അവർക്ക് വെക്കേഷൻ ആയത് കാരണം ബോറടിക്കുന്നു, TV കണ്ടും മടുത്തു എന്നൊക്കെ പറഞ്ഞ കാരണം ഞങ്ങൾ പയ്യെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നാണ്. അവർക്കൊരു രസമാകുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെയുള്ള സമയത്ത്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഓട് വെക്കുകയാണ്. ഓട് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതിനകത്ത് നിറച്ചും ചെടി വെക്കാം, 10 മണി ചെടി വെക്കാം, അങ്ങനെ ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം ഒന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മണ്ണ്, നല്ല രീതിക്ക് എനിക്ക് കരിയിലയൊക്കെ അടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെയാണെങ്കിലും വന്ന് എടുക്കാം എന്നുള്ള രീതിക്കൊക്കെ ചെയ്യാമെന്നോർത്താണ് ഞാനിപ്പം ഇങ്ങനെ ഈ ഓട് വെച്ച് ഇതിന് ചുറ്റും തടയെടുക്കുന്നത്. പിന്നെ ഈ മണ്ണ് ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടിച്ചു കൂട്ടുന്ന എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഇത്രത്തോളം മണ്ണും സാധനമൊക്കെ വന്നത്. അത് മുഴുവൻ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഇടുകയോ നമുക്ക് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു, നമ്മുടെ പറമ്പൊക്കെ ആണെങ്കിലും നല്ല വിനയപ്പെട്ട് കിടന്നോളൂ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് കട്ടയൊക്കെ കെട്ടി തേച്ചൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണേലും ചെയ്യാം. ഇപ്പം നമ്മളെക്കൊണ്ട് ഇങ്ങനെ പറ്റുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. നല്ല രീതിക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എങ്കിലും അതിൻ്റെ ചുവട്ടിൽ ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ വരുന്നത്, ഇടുന്ന മണ്ണും കരിയിലൊക്കെ ആണെങ്കിലും ഒലിച്ചു പോകാതെ അതിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്നോളും. അതിനു വേണ്ടിയാട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞാൻ അടിച്ചു തൂത്ത് വാരിയൊക്കെ എടുക്കുന്നുണ്ട്. ആ അടിച്ചു തൂത്ത് വാരിയൊക്കെ എടുക്കുന്നതും നമുക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ഇടണ്ട, നമുക്ക് അതിനും ഒരു വളമാവുമല്ലോ. അതോർത്താണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. സത്യത്തിൽ തെങ്ങൊന്നും ഇപ്പോൾ ഇല്ല, നമുക്ക് തെങ്ങ് ഒറ്റെണ്ണം പോലും ഇപ്പോൾ കായ്ക്കുന്നതില്ല, എല്ലാം തന്നെ പോയിരിക്കുകയാണ്.
അത് ഇനി ഉള്ളതെങ്ങാണേലും നന്നാക്കി പിടിപ്പിച്ചുകൊണ്ട് വരണമല്ലോ. അതിൻ്റെ ചുവട്ടിൽ നല്ല രീതിക്ക് പുല്ല് കിടക്കുന്നത് കണ്ടോ. ആ പുല്ലൊക്കെ ഞാൻ ഉണങ്ങുന്നത് എടുത്ത് ഗ്രോ ബാഗ് നിറക്കും കേട്ടോ. നിറച്ചാണ് വെക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഞാൻ ഗ്രോ ബാഗിനകത്ത് കരിയില ഇട്ടിട്ടായിരുന്നു മണ്ണിട്ടേണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ഡ്രം നിറച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു കരിയില ഇടുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കരിയില വളമായത് ഇതിനകത്തുണ്ട്, അത് കാരണം ഞാൻ ഇടുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഡ്രമ്മൊക്കെ നിറച്ചില്ലേ. ശരിക്കും പറഞ്ഞ് ആ ഡ്രം നിറച്ച് അതിനകത്ത് വെച്ച് നമ്മുടെ തക്കാളിയും മുളകും ഒന്നും ശരിക്കും പിടിച്ചു വരുന്നില്ല. അതിന് പുതിയ നാമ്പ് എടുക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പയ്യെ നാമ്പ് എടുക്കുന്നു. ആ ഒരു വലിയ വളർച്ച കാണുന്നില്ല. അതേസമയം നമ്മൾ ഇപ്പുറത്ത് ഫ്രിഡ്ജ് ബോക്സിനകത്ത് നല്ല രീതിക്ക് കരിയിലയൊക്കെ ഇട്ട് വെച്ച് കൊടുത്ത ആ ചെടി നല്ല അസ്സലായിട്ട് പിടിച്ചു. ഇതൊക്കെ ഞാൻ കരിയില നിറച്ച് വെച്ചേക്കുന്ന ഗ്രോ ബാഗാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കരിയില ഇട്ട് വെച്ചിട്ടിരുന്നപ്പോഴുള്ള വളർച്ചയും കരിയില ഇടാതിരുന്നപ്പോഴുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ആടിൻ്റെയും വ്യത്യാസമുണ്ട്. അത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ, ഞാൻ നമ്മുടെ ആ ഡ്രമ്മിൽ വെച്ചിരുന്ന മുളകും തക്കാളിയൊക്കെ കരിയില നിറച്ച ഗ്രോ ബാഗിനകത്തോട്ട് വീണ്ടും ഞാൻ വെച്ചു. എന്നിട്ട് ഡ്രം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അതേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചതിനകത്ത് പൂവിട്ട് വഴുതനയ്ക്കൊക്കെ ആണെങ്കിലും പൂ വന്ന്, വെണ്ടയ്ക്കും പൂ വന്നിട്ടുണ്ട്. പൂ വന്ന് ഞാൻ ആദ്യം വരുന്ന വെണ്ടയിലെ പൂക്കളൊക്കെ നുള്ളിക്കളയും കേട്ടോ. അല്ലെങ്കിൽ വെണ്ട നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരികയില്ല, അത് കാരണം നുള്ളിക്കളയാറുണ്ട്. പിന്നെ നമ്മുടെ പുതിനയാണേലും ഞാൻ വേറൊരു ഗ്രോ ബാഗിനകത്തോട്ടും വെച്ച് അങ്ങനെ 2 ഗ്രോ ബാഗാക്കി. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ആദ്യം ഞാൻ വെച്ചിരുന്ന ഇതിനകത്ത് ഉള്ളി വെച്ചു, നിറച്ചും കരിയില ഇട്ടിട്ട് അതിനകത്ത് ഉള്ളി വെച്ചു, ശകലം മണ്ണിട്ടിട്ട്. പിന്നെ നമ്മൾ വെച്ചിരുന്ന തക്കാളിയൊക്കെ കരിയില നിറച്ച ചാക്കിനകത്ത് ഗ്രോ ബാഗിനകത്തോട്ട് മാറ്റി വെച്ച് കേട്ടോ. മാറ്റി വെച്ച് ഞാൻ വീണ്ടും അതൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണ്. ഒരു വഴുതനയും ഞാൻ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് തന്നെ നമുക്കെല്ലാം പിടിച്ചിപ്പോൾ ടെറസിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പയറാണേലും നല്ല അസ്സലായിട്ട് പിടിച്ചു വരുന്നുണ്ട്. കുറച്ച് ചീരയാണേലും ഞാൻ വെച്ചിട്ട് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മുടെ പയർ കണ്ടോ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.